പ്രിയങ്ക ഗാന്ധിക്കെതിരെ ഇന്ത്യ ഹാബിറ്റാറ്റ് സെന്റർ ഡയറക്ടർ ഡോക്ടർ കെ.ജി. സുരേഷ്. കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി രാഷ്ട്രീയ വിമർശനങ്ങൾക്കപ്പുറം ചില മര്യാദകൾ പാലിക്കണമെന്ന് അദ്ദേഹം ജനം ടിവിയോട് പറഞ്ഞു. IIT മദ്രാസ് ഡയറക്ടർ വി കാമകോടിയെ ഗോമൂത്ര വിദഗ്ധൻ എന്ന് പരിഹസിച്ച പ്രിയങ്ക ഗാന്ധി MPയെ രൂക്ഷമായ ഭാഷയിലാണ് ഡോക്ടർ കെ.ജി. സുരേഷ് വിമർശിച്ചത്. വി കാമകോടിയെ പോലുള്ള നമ്മളുടെ ദേശീയ തലത്തിലുള്ള ആൾക്കാർ നമുക്കൊരു ബഹുമാനമാണ്, അഭിമാനമാണ്, അഹങ്കാരമാണ്. ഇങ്ങനത്തെ വ്യക്തിത്വങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ നാടിൻ്റെ ശൈക്ഷണിക സംസ്ഥാനങ്ങളുടെ തലപ്പുറത്തിരിപ്പുണ്ട്. അതൊക്കെ നമുക്കൊരു സന്തോഷത്തിൻ്റെ കാര്യമാണ്, അഭിമാനത്തിൻ്റെ കാര്യമാണ്. അവരെ വിമർശിക്കുക അതൊരു കാരണവുമില്ലാതെ നിരാധാരമായ ആരോപങ്ങൾ അവരുടെ പുറത്ത്, എനിക്ക് തോന്നുന്നത് അത് ഭാരതത്തിൻ്റെ നമ്മുടെ ഈ വിദ്യാഭ്യാസ രംഗത്തെ ഒരു വിദ്യാഭ്യാസ രംഗത്തിന് വേണ്ടി അതൊരു നല്ലൊരു സൂചകമായിട്ട് ഞാൻ കാണുന്നില്ല. ഉന്നത പരീക്ഷകളിലെ അഴിമതിയും ക്രമക്കേടുകളും തടയാൻ കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ഉന്നതാധികാര സമിതിയെക്കുറിച്ചുള്ള ലോക്സഭാ ചർച്ചയ്ക്കിടെ പ്രിയങ്ക നടത്തിയ പരാമർശങ്ങളാണ് വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിന് വഴിവെച്ചിരിക്കുന്നത്. ഇൻഫോസിസ് സഹസ്ഥാപകൻ നന്ദൻ നീലേക്കാനിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രൂപീകരിച്ച സമിതിയിലാണ് കാമകോടി അംഗമായിട്ടുള്ളത്. സർക്കാർ പുതിയതായി രൂപീകരിച്ച ഈ സമിതിയിൽ ഒരു മുൻ IB മേധാവിയുണ്ട്, ഒരു IT കമ്പനി ഉടമയുണ്ട്, ഒപ്പം ഒരു ഗോമൂത്ര വിദഗ്ധനുമുണ്ട് എന്നായിരുന്നു പ്രിയങ്കയുടെ പരാമർശം. പ്രിയങ്കയുടെ ഈ പരാമർശത്തെ വിമർശിച്ച ഇന്ത്യ ഹാബിറ്റാറ്റ് സെന്റർ ഡയറക്ടർ ഡോക്ടർ കെ.ജി. സുരേഷ് രാഷ്ട്രീയ വിമർശനം എന്നതിനപ്പുറം ചില കാര്യങ്ങൾ പ്രിയങ്ക ശ്രദ്ധിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി. എനിക്ക് തോന്നുന്നത് നമ്മൾ പൊളിറ്റിക്കലായിട്ടുള്ള നമുക്ക് ഡിഫറൻസസ് അതിന് സ്ഥാനമുണ്ട്. പക്ഷേ നമ്മളുടെ ഐഡൽസ്, നമ്മളുടെ ഐക്കൺസ്, അവരുടെ കാര്യത്തിൽ നമുക്ക് ആ ഒരു അഭിമാനം നമുക്കെല്ലാവർക്കും വേണം എന്നാണ് എൻ്റെ വിചാരം. രാജ്യത്തെ ഏറ്റവും പ്രമുഖനായ ഒരു ശാസ്ത്രജ്ഞനും പ്രൊഫസറും രാജ്യത്തെ നിർമ്മിത ബുദ്ധി ടാസ്ക് ഫോഴ്സിന്റെ മുൻ ചെയർമാൻ കൂടിയായ കാമകോടിയെ സഭയിൽ പരസ്യമായി അപമാനിച്ച പ്രിയങ്കയുടെ നടപടിക്കെതിരെ രാജ്യവ്യാപകമായി വൻ പ്രതിഷേധമാണ് ഉയർന്നത്. ജനം, ഡൽഹി.